ലേഡി മജസ്റ്റിക് മോഡലിലെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് നമ്മുടെ രാജ്യം നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിന വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരു ഭാരതീയൻ എന്ന രീതിയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെയാണ് നാം എല്ലാവരും ഈ സുദിനത്തിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യമാണ് ചോദിക്കാനുള്ളത്. ശരിയാണ്, ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ജനസംഖ്യയുടെ തന്നെ പ്രത്യേകത ഏറ്റവും യുവത്വമുള്ള ജനതയാണ്. നമ്മുടെ ജനസംഖ്യയുടെ ശരാശരി പ്രായം 29 വയസ്സാണ്. അപ്പോൾ നാളെയുടെ വക്താക്കളാകേണ്ട, നാളെ നാടിനെ നയിക്കേണ്ട യുവത്വമുള്ള ജനതയാണ് നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം. അത് യോഗയാണെങ്കിലും ആയുർവേദമാണെങ്കിലും കളരിപ്പയറ്റാണെങ്കിലും ഒക്കെ നമ്മുടെ പൈതൃകം ഇന്ന് ലോകോത്തര നിലവാരത്തിൽ ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ സാമ്പത്തിക ശക്തികളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. ഇങ്ങനെ പറയാനാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് മേന്മകളുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അങ്ങനെ നമുക്കൊപ്പമോ നമുക്ക് ശേഷമോ സ്വതന്ത്രമായ പല രാഷ്ട്രങ്ങളും ഞാൻ പറഞ്ഞതുപോലെ പട്ടാള അട്ടിമറികളിലേക്കും ആഭ്യന്തര കലാപങ്ങളിലേക്കും ഒക്കെ കൂട്ടുകൂട്ടിയിട്ടും ഇന്നും ജനാധിപത്യ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ഭരണഘടനയെ സംരക്ഷിച്ച് അതിന്റെ ആശയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മൾ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ ദേശീയതയുടെ മൂല്യം താഴെയും അനേകം മടക്കുകളുള്ള ഒരു അതിമനോഹരമായ ധോത്തി പോലെയാണ്. ആ ധോത്തിയുടെ മടക്കുകളിലും നൊടികളിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും ജൈനരും പാഴ്സിയും ബുദ്ധരും പല ഗോത്ര വിഭാഗങ്ങളും വിശ്വാസികളും അവിശ്വാസികളും പലതരത്തിലുള്ള ഭാഷകളും വാമൊഴികളും സംസ്കാരങ്ങളുമുണ്ട്. പല പ്രക്ഷോഭങ്ങളും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും സമരങ്ങളുമുണ്ട്. അത്തരം വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും എല്ലാം ചേർത്ത് നിർത്തുന്ന ആ ആശയമാണ്, ആ ഐക്യമാണ്, ആ ഒരുമയാണ്, ആ ധോത്തിയാണ് നമ്മുടെ ഇന്ത്യ. Come on everybody, come on, come on, come on.